Hi all, welcome to biology class. Let us start discussing our sixth chapter, Unraveling Genetic Mysteries. Observe the figure. You can see deer, cat, mother and her children, etc. So all these next generations get characters from their parents, right? You have understood that children acquire certain features from their parents. Besides, don't the children show certain features different from their parents? കുട്ടികൾക്ക് അവരുടെ പാരൻറ്റിൽ നിന്നും ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടേഴ്സ് കിട്ടും. ചില കുട്ടികൾ പാരൻറ്റിൽ നിന്നും ഡിഫറെൻ്റ് ആയ ഫീച്ചേഴ്സ് കാണിക്കും, അല്ലേ? ചിൽഡ്രൻ മേ ഇൻഹെറിറ്റ് സർട്ടൻ ഫീച്ചേഴ്സ് എയ്തർ ഫ്രം ദെയർ മദർ ഓർ ഫാദർ. ഫീച്ചേഴ്സ് ദാറ്റ് ആർ നോട്ട് സീൻ ഇൻ പാരൻസ് മേ ഓൾസോ ബി ഫൗണ്ട് ഇൻ ചിൽഡ്രൻ. കുട്ടികൾക്ക് അവരുടെ ഫാദറിൽ നിന്നോ മദറിൽ നിന്നോ ഫീച്ചേഴ്സ് പാരമ്പര്യമായിട്ട് കിട്ടും. പാരൻസിൽ ഇല്ലാത്ത ഫീച്ചേഴ്സ് കൂടി കുട്ടികളിൽ കാണാം. ദർ ഈസ് എ ബ്രാഞ്ച് ഇൻ ബയോളജി കോൾഡ് ജെനറ്റിക്സ് വിച്ച് എക്സ്പ്ലെയിൻ അബൌട്ട് ഓൾ ദീസ്. Gregor Johann Mendel is the father of genetics. Gregor Johann Mendel, born in 1822 at Brunn, Austria, modern Czech Republic. He studied the inheritance of 7 pairs of contrasting traits in pea plants, scientifically known as Pisum sativum. He conducted experiments in pea plant. Scientific name of pea plant is Pisum sativum, and he selected how many contrasting opposite characters? He selected 7 contrasting pairs of characters. പീ പ്ലാന്റ് ഒരു പയറ് ചെടിയിലാണ് അദ്ദേഹം എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തത്. ഒരാൾക്ക് എങ്ങനെയാണ് പാരൻസിൽ നിന്നും ക്യാരക്ടേഴ്സ് ഒരു സ്വഭാവം കിട്ടുന്നത്, അല്ലെങ്കിൽ ചില കുട്ടികൾ എന്തുകൊണ്ടാണ് പാരൻസിൽ നിന്നും ഡിഫറൻസ് കാണിക്കുന്നത്, ഇതൊക്കെ പഠിക്കാൻ വേണ്ടി മെൻഡൽ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തു. ഓക്കെ, സോ പീ പ്ലാന്റ്സിൻ്റെ 7 പെയർസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹം എക്സ്പെരിമെൻറ്റ്സിന് വേണ്ടി സെലക്ട് ചെയ്തത്. He formulated the laws of inheritance by analyzing the inheritance of characters like height of plants, position of flower, shape of seed, color of seed coat, color of cotyledon, color of fruit and shape of fruit. Mendel experiment conduct ചെയ്യാൻ വേണ്ടി 7 characters select ചെയ്തു. They are height of plants, position of flower, shape of seed, color of seed coat, color of cotyledon, color of fruit and shape of ഫ്രൂട്ട്. ഈ 7 ക്യാരക്ടേഴ്സ് യൂസ് ചെയ്ത് എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തതിന് ശേഷം മെൻഡൽ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് പ്രപ്പോസ് ചെയ്തു. ഓക്കെ, ത്രൂ ഹിസ് സ്റ്റഡീസ് ഓൺ ഇൻഹെറിറ്റൻസ് ഹി എക്സ്പ്ലെയിൻഡ് ദാറ്റ് ഈച്ച് ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ എ പെയർ ഓഫ് ഫാക്ടേഴ്സ് വിച്ച് ഹി ഇലസ്ട്രേറ്റഡ് യൂസിങ് സിംബൽസ്. ഓരോ ക്യാരക്ടേഴ്സും ഓരോ സ്വഭാവവും കൺട്രോൾ ചെയ്യുന്നത് ഫാക്ടേഴ്സാണ്. ഫാക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം സിംബൽസ് യൂസ് ചെയ്തു. In 1866, his findings were published, but they failed to get due recognition. In 1884, he died. The significance of his findings was identified by research works conducted later. 1866 അദ്ദേഹം എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ പബ്ലിഷ് ചെയ്തു, പക്ഷെ അവയ്ക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടിയില്ല. 1884 അദ്ദേഹം മരണപ്പെട്ടു. പിന്നീട് നടത്തിയ റിസർച്ച് വർക്ക്സ് വഴിയാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ അംഗീകരിക്കപ്പെട്ടത്. The transmission of features of parents to offsprings is termed as heredity. പാരൻസിൽ നിന്നും കുട്ടികളിലേക്ക് ക്യാരക്ടേഴ്സ് ഒരു സ്വഭാവം പാസ് ചെയ്യുന്നതിനെ പാരമ്പര്യം എന്ന് പറയും. ഓഫ്സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ ഓർ കുട്ടികൾ എന്നാണ് മീനിങ്. ഓക്കെ, ദ ഫീച്ചേഴ്സ് സീൻ ഇൻ ഓഫ്സ്പ്രിങ്സ് ദറ്റ് ആർ ഡിഫറെൻറ്റ് ഫ്രം ദെയർ പാരൻസ് ആർ കോൾഡ് വാരിയേഷൻ. പാരൻറ്റിൽ നിന്നും ഡിഫറെൻ്റ് ആയ ക്യാരക്ടേഴ്സ് കുട്ടികളിൽ കാണുന്നതിന് വാരിയേഷൻ എന്ന് പറയും. The branch of science that deals with heredity and variations is called genetics. ഹെറിഡിറ്റിയെ പറ്റിയും വാരിയേഷനെ പറ്റിയും പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് ബയോളജി ആണ് ജെനറ്റിക്സ്. എമർജൻസ് ഓഫ് ജെനറ്റിക്സ്. The inferences formulated by a scientist named Gregor Johann Mendel on the basis of hybridization experiments carried out in pea plants led to the foundation of genetics. Mendel is considered as the father of genetics. ഗ്രിഗർ ജോഹാൻ മെൻഡൽ പീ പ്ലാന്റ്സിൽ നടത്തിയ എക്സ്പെരിമെൻറ്റ്സ് ആണ് ജെനറ്റിക്സ് എന്ന ബ്രാഞ്ചിന് തുടക്കമിട്ടത്. സോ ഹു ഈസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്? ഗ്രിഗർ ജോഹാൻ മെൻഡൽ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്. വാട്ട് വാസ് ഹിസ് എക്സ്പെരിമെൻറ്റ് മെറ്റീരിയൽ? ഗാർഡൻ പീ ഓർ പൈസം sativum. And he selected how many contrasting characters? He selected 7 contrasting characters of this plant. Okay. Genes and alleles. Gregor Mendel assumed that the inheritance of characteristics from parent to offspring is by certain factors transferred through gametes. പാരൻസിൽ നിന്നും ഓഫ് സ്പ്രിങ്സിലേക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഒരു സ്വഭാവം മൂവ് ചെയ്യുന്നത് ഫാക്ടേഴ്സ് വഴിയാണ്. സോ ഈ ഫാക്ടേഴ്സ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുക? ത്രൂ ഗാമെറ്റ്സ്. ഓക്കെ, ഗാമെറ്റ്സ് വഴിയാണ് ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്ക് ക്യാരക്ടറിസ്റ്റിക്സ് സ്വഭാവം
പാസ് ചെയ്യുന്നത് ഓർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ഓൺ ദ ബേസിസ് ഓഫ് ലേറ്റർ സ്റ്റഡീസ് ദാറ്റ് ദ ഫാക്ടേഴ്സ് ആർ ദ ജീൻസ് പ്രസൻറ്റ് ഇൻ ദ ക്രോമസോം ഓഫ് ന്യൂക്ലിയസ്. ഫാക്ടേഴ്സ് എന്നത് ജീൻസ് ആണെന്ന് പിന്നീട് കണ്ടെത്തി. ന്യൂക്ലിയസിലുള്ള ക്രോമസോംസിൽ കാണുന്ന ജീൻസ് ആണ് ഫാക്ടേഴ്സ്. സോ ഈ ജീൻസ് ആണ് ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എ ജീൻ ദാറ്റ് കൺട്രോൾസ് എ ക്യാരക്ടർ ഹാസ് ഡിഫറെൻറ്റ് ഫോംസ്. ദേ ആർ കോൾഡ് അലീൽസ്. ജനറലി എ ജീൻ ഹാസ് 2 അലീൽസ്. സോ ഒരു ജീനിന് 2 ഫോംസ് ഉണ്ട്, അലീൽസ് എന്നാണ് പറയുക. സോ ഒരു ജീനിൽ എത്ര അലീൽസ് കാണും? 2 അലീൽസ് കാണും. For example, capital T and small t are the different alleles of the gene that controls the character height. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലാന്റിൻ്റെ ഹൈറ്റ് കൺട്രോൾ ചെയ്യുന്ന ജീനിൻ്റെ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള അലീൽസ് ആണ് ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി. ദ അലീൽ ക്യാപിറ്റൽ ടി ഡിറ്റർമൈൻസ് ദ ട്രേറ്റ് ടോൾനെസ് ആൻഡ് ദ അലീൽ സ്മോൾ ടി ഡിറ്റർമൈൻസ് ദ ട്രേറ്റ് ഡ്വാർഫ്നെസ്. ക്യാപിറ്റൽ ടി എന്ന അലീൽ സൂചിപ്പിക്കുന്നത് പ്ലാന്റിൻ്റെ ടോൾനെസ് ആണ്, ടോൾ ഹൈറ്റ് ആണ്. സ്മോൾ ടി എന്ന അലീൽ സൂചിപ്പിക്കുന്നത് പ്ലാന്റിൻ്റെ ഡ്വാർഫ്നെസ് ആണ്. ഓക്കെ, ദ അലീൽ ദാറ്റ് ഡിറ്റർമൈൻസ് ദ ഡോമിനൻറ്റ് ട്രേറ്റ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ ഈസ് ജനറലി ഇൻഡിക്കേറ്റഡ് ബൈ എ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് ദ അലീൽ ദാറ്റ് ഡിറ്റർമൈൻസ് ദ റെസസീവ് ട്രേറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ എ സ്മോൾ ലെറ്റർ. ടോൾ എന്നത് ഡോമിനൻറ്റ് ട്രേറ്റ് ആണ്. സോ ഡോമിനൻറ്റ് ട്രേറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യും. ഡ്വാർഫ്നെസ് എന്നത് റെസസീവ് ട്രേറ്റ് ആണ്. സോ റെസസീവ് ട്രേറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി സ്മോൾ ലെറ്റർ യൂസ് ചെയ്യും. ദാറ്റ് ഈസ് 2 പീ പ്ലാന്റ്സിനെ തമ്മിൽ ക്രോസ് ചെയ്താൽ നെക്സ്റ്റ് ഉണ്ടാവുന്ന പ്ലാന്റ്സിനെയാണ് ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്സ് എന്ന് പറയുക. സോ ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്സിൽ കാണുന്ന ക്യാരക്ടറാണ് ഡോമിനൻറ്റ് ക്യാരക്ടർ. ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്സിൽ കാണാത്ത ക്യാരക്ടറാണ് റെസസീവ് ക്യാരക്ടർ. ഓക്കെ, നൗ ലെറ്റ് us study about experiments conducted by Mendel. He selected the character plant height. There are 2 contrasting traits of this character, that is tall and dwarf. He selected one tall plant and one dwarf plant and crossed them. മെൻഡൽ ആദ്യം സെലക്ട് ചെയ്ത ക്യാരക്ടർ പ്ലാൻ ഹൈറ്റ് ആണ്. പ്ലാൻ ഹൈറ്റിൻ്റെ 2 ഡിഫറെൻറ്റ് ഫോംസ് ആണ് ടോൾ ആൻഡ് ഡ്വാർഫ്. സോ മെൻഡൽ ആദ്യം എന്ത് ചെയ്തു? ഒരു ടോൾ പ്ലാന്റിനെയും ഒരു ഡ്വാർഫ് പ്ലാന്റിനെയും തമ്മിൽ ക്രോസ് ചെയ്തു. ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻ്റ് ഓർ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ മെയിൽ ഫ്ലവറിൽ നിന്നും പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്ത് ഫീമെയിൽ ഫ്ലവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, എക്സ്പെരിമെൻറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഹി സെലക്റ്റഡ് ടോൾ ആൻഡ് ഡ്വാർഫ് പ്ലാന്റ്. സോ ഇതാണ് പാരൻറ്റ് പ്ലാന്റ്സ്. ടോൾ പ്ലാന്റ് ആൻഡ് ഡ്വാർഫ് പ്ലാന്റ് ആണ് പാരൻറ്റ് പ്ലാന്റ്സ്. ടോൾ ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്ന അലീൽസ് ആണ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി. ഡ്വാർഫ് ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്ന അലീൽസ് ആണ് സ്മോൾ ടി സ്മോൾ ടി. ഈ 2 പ്ലാന്റ്സും ഗാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആദ്യത്തെ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമീറ്റ് ആണ് ക്യാപിറ്റൽ ടി. രണ്ടാമത്തെ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമീറ്റ് ആണ് സ്മോൾ ടി. ടോൾ പ്ലാന്റിനെ നമുക്ക് വേണമെങ്കിൽ മെയിൽ പ്ലാന്റായും ഡ്വാർഫ് പ്ലാന്റിനെ ഫീമെയിൽ പ്ലാന്റായും സെലക്ട് ചെയ്യാം. സോ ഈ 2 പ്ലാന്റ്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമീറ്റ്സ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഗാമീറ്റ്സ് തമ്മിൽ ഫെർട്ടിലൈസേഷൻ നടന്ന് ഫ്യൂസ് ചെയ്ത് നെക്സ്റ്റ് ജനറേഷന് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു ടോൾ പ്ലാന്റിനെയും ഒരു ഡ്വാർഫ് പ്ലാന്റിനെയും ക്രോസ് ചെയ്തു. നെക്സ്റ്റ് ജനറേഷനിൽ കിട്ടിയ പ്ലാന്റ് ടോളാണ്. നെക്സ്റ്റ് ജനറേഷനെ നമ്മൾ പറയും ഫസ്റ്റ് ജനറേഷൻ ഓർ F1 ജനറേഷൻ. F1 ജനറേഷനിൽ കിട്ടിയ പ്ലാന്റ് എന്താണ്? ടോൾ പ്ലാന്റ് ആണ്. ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് അലീൽസ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി. സോ ക്യാപിറ്റൽ ടി വന്നാൽ ടോള്, സ്മോൾ ടി വന്നാൽ ഡ്വാർഫ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാൽ ടോളാണ്. എന്തുകൊണ്ടാണ്? ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ടോള് ഡിറ്റർമൈൻ ചെയ്യും, സ്മോൾ ടി എന്ന് പറയുന്നത് ഡ്വാർഫിനെസ് ഡിറ്റർമൈൻ ചെയ്യും. സോ ഇവിടെ സ്മോൾ ടി സൈലൻ്റ് ആണ്. ഓക്കെ, സോ ക്യാപിറ്റൽ ടീൻ്റെ ക്യാരക്ടർ ആയിരിക്കും കാണിക്കുക. സോ ടോൾ ക്യാരക്ടറാണ് ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയത്. ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയ ക്യാരക്ടർ ടോളാണ്. സോ ഫസ്റ്റ് ജനറേഷനിൽ കാണുന്ന ക്യാരക്ടറിന് ഡോമിനൻറ്റ് ക്യാരക്ടർ എന്നാണ് പറയുക. ഫസ്റ്റ് ജനറേഷനിൽ ഹിഡൻ ആയിട്ടുള്ള ക്യാരക്ടർ ഏതാണ്? ഡ്വാർഫാണ്. സോ ഫസ്റ്റ് ജനറേഷനിൽ കാണാത്ത ഹിഡൻ ആയിട്ടുള്ള ക്യാരക്ടറിന് റെസസീവ് ക്യാരക്ടർ എന്ന് പറയും. സോ ഡോമിനൻറ്റ് ക്യാരക്ടർ ഈസ് ടോൾ, recessive character is dwarf. The character of pea plants considered in this experiment. ഈ എക്സ്പെരിമെൻറ്റിൽ കൺസിഡർ ചെയ്ത പീ പ്ലാന്റ്സിൻ്റെ ക്യാരക്ടർ ഏതാണ്? പ്ലാന്റ് ഹൈറ്റ് അല്ലേ. ദ കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് ഓഫ് ദിസ് ക്യാരക്ടർ. സെലക്ട് ചെയ്ത ക്യാരക്ടർ പ്ലാന്റ് ഹൈറ്റ്, അതിൻ്റെ കോൺട്രാസ്റ്റിംഗ് ഓർ ഓപ്പോസിറ്റ് ട്രൈറ്റ് ഏതൊക്കെയാണ്? ടോൾ ആൻഡ് ഡ്വാർഫ്. ദ ട്രൈറ്റ്സ് ദോസ് വെയർ apparent and not apparent in the first generation. So the trait those were apparent. ഫസ്റ്റ് ജനറേഷനിൽ കണ്ട ട്രേറ്റ് ഏതാണ്? ടോൾ. ആൻഡ് നോട്ട് അപ്പാരൻറ്റ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷനിൽ കാണാത്ത ക്യാരക്ടർ
dwarf. Difference in the factors of tall parent plant and the first generation plant. പാരൻറ്റ് ടോൾ പ്ലാന്റും ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയ ടോൾ പ്ലാന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? പാരൻറ്റ് ടോൾ പ്ലാന്റിൻ്റെ അലീൽസ് ക്യാപിറ്റൽ ടി ആണ്. ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയ ടോൾ പ്ലാന്റിൻ്റെ അലീൽസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. സോ ഫാക്ടേഴ്സിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ? That is, when plants that differ in a pair of contrasting traits are hybridized, only one trait is expressed while the other remains hidden in the offsprings of the first generation. ഒരു ക്യാരക്ടറിൽ മാത്രം വ്യത്യാസം കാണിക്കുന്ന രണ്ട് പീ പ്ലാന്റ്സ് തമ്മിൽ നമ്മൾ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്താൽ ഫസ്റ്റ് ജനറേഷനിൽ ഒരു ക്യാരക്ടർ മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. മറ്റേ ക്യാരക്ടർ എന്തായിരിക്കും? ഹിഡൻ ആയിരിക്കും. The expressed trait is called dominant trait and the hidden trait is called recessive trait. ഫസ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്ന ട്രേറ്റിന് ഡോമിനൻറ്റ് ട്രേറ്റ് എന്നും ഫസ്റ്റ് ജനറേഷനിൽ ഹിഡൻ ആയിട്ടുള്ള ട്രേറ്റിന് recessive trait എന്നും പറയും. The fact that no intermediate plants were formed by the hybridization of tall and dwarf plants and the factor responsible for dwarfness remain hidden persuaded Mendel to continue with his experiments. ഫസ്റ്റ് ജനറേഷനിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഫോം ചെയ്യാത്തത് കൊണ്ടും, ഇൻ്റർമീഡിയറ്റ് പ്ലാന്റ് മീൻസ് ടാളിനും ഡ്വാർഫിനും ഇടയിലായിട്ട് ഹൈറ്റ് വരുന്ന പ്ലാന്റ്സ്. സോ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഫോം ചെയ്യാത്തത് കൊണ്ടും ഡ്വാർഫിനെസ്സിൻ്റെ ഫാക്ടർ ഫസ്റ്റ് ജനറേഷനിൽ ഹിഡൻ ആയതുകൊണ്ടും മെൻഡൽ എന്ത് വിചാരിച്ചു? ഈ എക്സ്പെരിമെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഹി കണ്ടിന്യൂഡ് ഹിസ് എക്സ്പെരിമെൻറ്റ്സ്. ഡ്വാർഫിനെസ് കൺട്രോൾ ചെയ്യുന്ന ഫാക്ടർ ഓർ ജീൻസിന് ഫസ്റ്റ് ജനറേഷനിൽ എന്തു പറ്റിയെന്നറിയാൻ വേണ്ടി അദ്ദേഹം ഈ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയ പ്ലാന്റ്സിൽ സെൽഫ് പോളിനേഷൻ നടത്തി. സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൽ തന്നെയുള്ള ഫ്ലവേഴ്സ് തമ്മിലുള്ള പോളിനേഷനാണ്. ഓക്കെ, ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ് ടോൾ പ്ലാന്റ് ആണ്. അതിൻ്റെ അലീൽസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇത് മെയിലായും ഇത് ഫീമെയിലായും സെലക്ട് ചെയ്യാം. സോ മെയിൽ ഗാമെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. വിച്ച് ആർ ദ മെയിൽ ഗാമെറ്റ്സ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇനി ഫീമെയിൽ ഗാമെറ്റ്സ് ഏതൊക്കെയായിരിക്കും? ക്യാപിറ്റൽ ടി സ്മോൾ ടി. നെക്സ്റ്റ് ഫെർട്ടിലൈസേഷൻ നടന്നു. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ നെക്സ്റ്റ് ജനറേഷൻ ദാറ്റ് ഈസ് സെക്കൻഡ് ജനറേഷൻ ഈസ് ഫോമഡ്. ഫെർട്ടിലൈസേഷന് ശേഷം സെക്കൻഡ് ജനറേഷന് ഫോം ചെയ്തു. എങ്ങനെയാണ്? ഇവിടെ ഫോം ചെയ്ത പ്ലാന്റ് ഏതായിരിക്കും? ആ ലൈന് നോക്കി പറയണം. സോ ഇവിടെ ഫോം ചെയ്യുന്നത് ക്യാപിറ്റൽ ടി അലീൽ കോമ്പിനേഷൻ ആയിരിക്കും. സോ ക്യാപിറ്റൽ ടി വന്നാൽ ടോൾ ആണ് അല്ലേ? സോ നെക്സ്റ്റ് വൺ ക്യാപിറ്റൽ ടി സ്മോൾ ടി. ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാലും പ്ലാന്റ് ടോൾ ആണ്. നെക്സ്റ്റ് വൺ ക്യാപിറ്റൽ ടി സ്മോൾ ടി. എഗെയിൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാൽ പ്ലാന്റ് ടോൾ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ സ്മോൾ ടി വന്നാൽ പ്ലാന്റ് ഡ്വാർഫാണ് അല്ലേ? സെക്കൻഡ് ജനറേഷനിൽ കിട്ടിയ പ്ലാന്റ്സ് 3 ടോൾ പ്ലാന്റും ഒരു ഡ്വാർഫ് പ്ലാന്റുമാണ്. 3:1 റേഷ്യോയിലാണ് പ്ലാന്റ്സ് കിട്ടിയത്. സോ ഫസ്റ്റ് ജനറേഷനിൽ ഹിഡൻ ആയ ഡ്വാർഫ്നെസ് എന്ന ക്യാരക്ടർ സെക്കൻഡ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്തു അല്ലേ? സോ സെക്കൻഡ് ജനറേഷനിൽ 2 ക്യാരക്ടേഴ്സും എക്സ്പ്രസ് ചെയ്തു, ടോൾ ആൻഡ് ഡ്വാർഫ്. ക്യാരക്ടേഴ്സ് ഓഫ് ദ പ്ലാന്റ്സ് ഇൻ ദ സെക്കൻഡ് ജനറേഷനിൽ കിട്ടിയ പ്ലാന്റ്സിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ഏതൊക്കെ പ്ലാന്റ്സ് സെക്കൻഡ് ജനറേഷനിൽ കിട്ടി? ടോൾ ആൻഡ് ഡ്വാർഫ്. പ്ലാന്റ്സ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ ആൻഡ് ദെയർ ഫാക്ടേഴ്സ്. സോ സെക്കൻഡ് ജനറേഷനിൽ ഫോം ചെയ്ത പ്ലാന്റ്സിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് ക്യാപിറ്റൽ ടി ഫാക്ടേഴ്സ് ഉള്ള പ്ലാന്റ്സും പ്രൊഡ്യൂസ് ചെയ്തു. ക്യാപിറ്റൽ ടി സ്മോൾ ടി ഫാക്ടേഴ്സ് ഉള്ള പ്ലാന്റ്സും ഫോം ചെയ്തു. സ്മോൾ ടി ഫാക്ടേഴ്സ് ഉള്ള പ്ലാന്റ്സും ഫോം ചെയ്തു. Recessive trait in the first generation and the second generation. Which one is the recessive trait? Dwarfness. Okay. Statistics in Mendel's experiment. Among the 1064 plants obtained in the second generation, 787 plants were tall and 277 plants were dwarf. Second generation കിട്ടിയ 1064 പ്ലാന്റ്സിൽ 787 പ്ലാന്റ്സും ടോൾ പ്ലാന്റ്സും 277 പ്ലാന്റ്സും ഡ്വാർഫ് പ്ലാന്റ്സും ആയിരുന്നു. ദ റേഷ്യോ ഓഫ് ദ റിസൾട്ട് ഒബ്റ്റെയിൻഡ് ഈസ് അപ്രോക്സിമേറ്റ്ലി 3:1. സോ എത്ര റേഷ്യോ ആണ്? 3:1. ഹി കണ്ടിന്യൂഡ് ഹിസ് എക്സ്പെരിമെൻറ്റ് ബേസ്ഡ് ഓൺ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ഓഫ് ദ അതർ 6 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഇൻ പീ പ്ലാന്റ്സ്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തതുപോലെ മറ്റുള്ള 6 ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തും അദ്ദേഹം എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തു. മെൻഡൽ സെലക്ട് ചെയ്ത 7 ക്യാരക്ടേഴ്സിൽ ഒരു ക്യാരക്ടറാണ് പൊസിഷൻ ഓഫ് ഫ്ലവേഴ്സ്. സോ പൊസിഷൻ ഓഫ് ഫ്ലവേഴ്സിൻ്റെ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രേറ്റ് ആണ് ആക്സിയൽ പൊസിഷനുള്ള ഫ്ലവറും
ടെർമിനൽ പൊസിഷനുള്ള ഫ്ലവറും. അതിൽ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയത് ആക്സിയൽ ഫ്ലവേഴ്സ് ആണ്. സെക്കൻഡ് ജനറേഷനിൽ കിട്ടിയത് 651 ആക്സിയൽ ഫ്ലവേഴ്സ്, 207 പ്ലാന്റ്സ് വിത്ത് ടെർമിനൽ ഫ്ലവേഴ്സ്. റേഷ്യോ 3:1. ഇനി വേറൊരു ക്യാരക്ടറാണ് ഷേപ്പ് ഓഫ് സീഡ്സ്. അതിൻ്റെ 2 ഡിഫറെൻറ്റ് ട്രേറ്റ്സ് ആണ് റൗണ്ട് ഷേപ്പുള്ള സീഡും റിങ്കിൾഡ് ഷേപ്പുള്ള സീഡും. ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയത് റൗണ്ട് ഷേപ്പ്ഡ് സീഡുള്ള പ്ലാന്റ്, അതാണ് ഡോമിനൻറ്റ് ക്യാരക്ടർ അല്ലേ. സെക്കൻഡ് ജനറേഷനിൽ കിട്ടിയത് 882 റൗണ്ട് സീഡ്സ് ആൻഡ് 299 റിങ്കിൾഡ് സീഡ്സ്. സോ റേഷ്യോ വരുന്നത് 3:1. സോ ഈ 7 ക്യാരക്ടേഴ്സിലും സിമിലർ റേഷ്യോസ് ആണ് കിട്ടിയത്. ഓക്കെ. വൈ ഡസ് ദ റെസസീവ് ട്രേറ്റ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ അപ്പിയർ ഇൻ ദ സെക്കൻഡ് ജനറേഷൻ? ഫസ്റ്റ് ജനറേഷനിൽ കിട്ടാത്ത ക്യാരക്ടർ, അതായത് റെസസീവ് ക്യാരക്ടർ, പിന്നീട് സെക്കൻഡ് ജനറേഷനിൽ കിട്ടുന്നത് എന്തുകൊണ്ടായിരിക്കും? മെൻഡൽ came up with the assumption that during gamete formation the factors that determine a particular character segregate without getting mixed. That is, half of the gametes formed from first generation plant, capital T small t, contain capital T and the other half contain small t. ഗാമിറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഒരു സ്വഭാവത്തെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് പരസ്പരം കൂടിക്കലരാതെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇതിന് കാരണമെന്ന് മെൻഡൽ കണ്ടെത്തി. ദാറ്റ് ഈസ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റിൽ നിന്നും ഫോം ചെയ്യുന്ന ഗാമെറ്റ്സ്, അതിൽ പകുതി ഗാമെറ്റ്സിലും ക്യാപിറ്റൽ ടി ആയിരിക്കും, മറ്റ് പകുതി ഗാമെറ്റ്സിലും സ്മോൾ ടി ആയിരിക്കും. അതുകൊണ്ടാണ് നെക്സ്റ്റ് ജനറേഷനിൽ, സെക്കൻഡ് ജനറേഷനിൽ ഏത് ക്യാരക്ടർ കിട്ടുന്നത്? റെസസീവ് ക്യാരക്ടർ കിട്ടുന്നത്. The inferences formulated by Mendel from such experiments are given below. സോ ഈ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തതിന് ശേഷം മെൻഡൽ കണ്ടെത്തിയ ഇൻഫറൻസസ് ആണ് ഇതൊക്കെ. എ ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് 2 ഫാക്ടേഴ്സ്. ഒരു ക്യാരക്ടർ ഒരു സ്വഭാവം കൺട്രോൾ ചെയ്യുന്നത് 2 ഫാക്ടേഴ്സിൻ്റെ കോമ്പിനേഷനാണ്. ഓക്കെ. 1 trait is expressed dominant trait and the other trait remains hidden recessive trait in the offsprings of the first generation. സോ ഫസ്റ്റ് ജനറേഷനിൽ ഒരു ട്രേറ്റ് മാത്രം എക്സ്പ്രസ് ചെയ്യും, അതിന് ഡോമിനൻറ്റ് ക്യാരക്ടർ എന്നും. എക്സ്പ്രസ് ചെയ്യാത്ത ക്യാരക്ടർ ഓർ എക്സ്പ്രസ് ചെയ്യാത്ത ട്രേറ്റ്, അതിനെ ഹിഡൻ ഓർ റെസസീവ് ട്രേറ്റ് എന്നും പറയും. ദ ട്രേറ്റ്സ് ദാറ്റ് റിമെയിൻ ഹിഡൻ ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ അപ്പിയർ ഇൻ ദ സെക്കൻഡ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷനിൽ ഹിഡൻ ആയിട്ടുള്ള ട്രേറ്റ് എവിടെ അപ്പിയർ ചെയ്യുന്നുണ്ട്? സെക്കൻഡ് ജനറേഷനിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്. ദ റേഷ്യോ ഓഫ് ദ ഡോമിനൻറ്റ് ആൻഡ് ദ റെസസീവ് ട്രേറ്റ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ ഈസ് 3:1. സെക്കൻഡ് ജനറേഷനിൽ ഫോം ചെയ്യുന്ന റേഷ്യോ, അതായത് പ്ലാന്റ്സ് ഫോം ചെയ്യുന്നത് ഏത് റേഷ്യോയിലാണ്? 3:1. 3 ഡോമിനൻ്റ് ആൻഡ് 1 റെസസീവ്.